ശബരിമലയിൽ 28 ദിവസത്തെ വരുമാനം 134 കോടി രൂപ. കഴിഞ്ഞ തവണത്തേക്കാൾ 20 കോടി രൂപ കുറവ്. കഴിഞ്ഞ തവണ കോവിഡിന് ശേഷം തുറന്നതിനാലാണ് വരുമാനം കൂടിയതെന്നും പ്രളയത്തെ തുടർന്ന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് തീർത്ഥാടകരെത്തുന്നതിൽ ആദ്യഘട്ടത്തിൽ കുറവുണ്ടായത് വരുമാനത്തെ ബാധിച്ചുവെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. മണ്ഡല മകരവിളക്കുത്സവത്തിനായി നവംബർ 16 നട തുറന്ന ശേഷമുള്ള 28 ദിവസത്തെ കണക്കാണ് ദേവസ്വം ബോർഡ് പുറത്തുവിട്ടത്. ഇത്തവണ ഡിസംബർ 14 വരെയുള്ള ആകെ വരുമാനം 134 കോടി 44 ലക്ഷം രൂപയാണ്. കഴിഞ്ഞ തവണ ഇതേസമയം 154 കോടി 77 ലക്ഷം രൂപയായിരുന്നു വരുമാനം. അരവണ വിൽപ്പനയിലൂടെ 2022 73.75 കോടി രൂപ ലഭിച്ചപ്പോൾ ഇക്കൊല്ലം 61.91 കോടി രൂപയാണ് കിട്ടിയത്. കുറവ് 11 കോടി 84 ലക്ഷം രൂപ. അപ്പം വിൽപ്പനയിലൂടെ ലഭിച്ചത് കഴിഞ്ഞ തവണ 9 കോടി 43 ലക്ഷം രൂപയും ഇത്തവണ 8 കോടി 99 ലക്ഷം രൂപയും. കുറവ് 44.5 ലക്ഷം രൂപ. കാണിക്ക വരുമാനം 2022 46 കോടി 45 ലക്ഷം ലഭിച്ചപ്പോൾ 2023 കിട്ടിയത് 41 കോടി 80 ലക്ഷം. കുറഞ്ഞത് 4 കോടി 65 ലക്ഷം രൂപ. 28-ാം ദിവസത്തെ മാത്രം വരുമാനം കണക്കാക്കുമ്പോൾ വരും ദിവസങ്ങളിൽ വരുമാന വർധനവുണ്ടാകുമെന്ന പ്രതീക്ഷ നൽകുന്നുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ 21.5 ലക്ഷം രൂപയുടെ വർധനവ് ഇത്തവണയുണ്ട്. 134 കോടി 44 ലക്ഷത്തി 90,495 495 ഈ വർഷത്തെ നമ്മുടെ ആകെ വരുമാനം. കഴിഞ്ഞ പ്രാവശ്യം ഇതേ സമയം 154 കോടി 77 ലക്ഷത്തി 97,500. ഇത്തവണ 28 ദിവസമെത്തിയ തീർത്ഥാടകരുടെ എണ്ണം 17,56,730 കഴിഞ്ഞ തവണത്തേക്കാൾ 1.5 ലക്ഷം പേർ കുറവാണ്. തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നിലയ്ക്കലും പമ്പയിലും കാനനപാതയിലും സന്നിധാനത്തുമെല്ലാം തീർത്ഥാടകർക്ക് ആവശ്യമായ കുടിവെള്ള സൗകര്യവും അടിയന്തര വൈദ്യസഹായ കേന്ദ്രങ്ങളും ശുചിമുറികളുമെല്ലാം ഒരുക്കിയിട്ടുണ്ട്. തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് ആവശ്യമാണെങ്കിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. കൈരളി ന്യൂസ്, സന്നിധാനം.